അടുത്തതാണ് പാസീവ് ഇമ്മ്യൂണിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്മ്യൂണിറ്റി ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ്. ആ പാത്തജൻസ് ഫോമിനെ നമ്മുടെ ബോഡിയിൽ ഇനാക്ടിവേറ്റഡ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വീക്കെൻഡായുള്ള ഇൻഫെക്ഷ്യസ് ഏജൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അത് എന്തായിട്ട് മാറിയത്? ആക്റ്റീവ് ടൈപ്പ് ഒരു ഇമ്മ്യൂണിറ്റി ആയിട്ട് മാറിയത്. ഇനി പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ആൻറ്റിജനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇനി ഒരു ഇമ്മ്യൂണിറ്റി നേടിയെടുക്കാൻ സമയമില്ല. അപ്പോൾ ഡയറക്റ്റ് ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. അപ്പോൾ കൊടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് പാസീവ് ഇമ്മ്യൂണിറ്റി, അതായത് പാസീവ് ഇമ്മ്യൂണൈസേഷൻ. എന്താണ് ചെയ്യുന്നത് നോക്കിയേ? ഇഫ് എ പേഴ്സൺ ഈസ് ഇൻഫെക്റ്റഡ് വിത്ത് സം ഡെഡ്ലി മൈക്രോബ്സ് ടു വിച്ച് ക്വിക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് റിക്വയർഡ്. നമ്മുടെ ബോഡിയിൽ ഒരു ഡെഡ്ലി മൈക്രോബ്സ് ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അതിനൊരു ക്വിക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ് നമ്മുടെ ബോഡിയിൽ അത്യാവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ആസ് ഇൻ ദ കേസ് ഓഫ് ടെറ്റനസിലൊക്കെ എത്രയും പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ ഒരു ക്വിക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായേ മതിയാവും. പക്ഷെ അത് നേരത്തെ ഒരു ഉണ്ടായ പോലെ ഒരു ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി പോലെ അതിനെ മെമ്മറി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ലോങ് ടേമിൽ അങ്ങനെയുള്ളൊരു ടൈമില്ല. പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിച്ചേ മതിയാവും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? വി നീഡ് ടു ഡയറക്ട്ലി ഇൻജെക്ട് ദ പെർഫോംഡ് ആൻറ്റിബോഡീസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓൾറെഡി പെർഫോംഡ് ആയിട്ടുള്ള, ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ പാത്തജൻസിന് അതിൽ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസിനെ, പ്രിപ്പയർഡ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ്, അതാണ് പെർഫോം ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൻറ്റിബോഡീസിനെ, അല്ലെങ്കിൽ ആൻറ്റിടോക്സിൻ എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്. ഈ ടോക്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസാണ് ആൻറ്റിടോക്സിൻ. ഏത് ടോക്സിനാണോ നമ്മുടെ ബോഡിയിൽ കയറി അതിന് ക്വിക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ് വേണം, അതെന്തായിരിക്കും? ഈ ടോക്സിൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ആയിരിക്കും ക്വിക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ് കൊടുക്കുക. സോ അങ്ങനെയുള്ള ആൻറ്റിബോഡീസ് അഥവാ ആൻറ്റിടോക്സിൻ ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യും? പെർഫോംഡ് ആൻറ്റിബോഡീസ് ആയിട്ട് കൊടുക്കുന്നു. അതാണ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ. സോ ക്വിക്ക് ആക്ഷൻ വരേണ്ട സമയത്ത് നമ്മുടെ ബോഡിയിൽ ആൻറ്റിജൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ ടൈം ഇല്ലാത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബോഡീനെ രക്ഷിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡയറക്റ്റ് ആൻറ്റിബോഡീസ്, പെർഫോം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൻറ്റിബോഡീസിനെയാണ് നമ്മുടെ ബോഡിയിൽ ഡയറക്റ്റായിട്ട് തരിക. അതിനുള്ള എക്സാമ്പിളാണ് സ്നേക്ക് ബൈറ്റ്. നമ്മളെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ആൻറ്റിജനെ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനനുസരിച്ചൊരു ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ ടൈമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് അതിൻ്റെ വിഷം നമ്മുടെ ബോഡിയിൽ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നമ്മുടെ ബോഡിയിൽ കയറി നമ്മളത് മരണത്തിലേക്ക് നയിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്ത് വേണം? എത്രയും പെട്ടെന്ന് ആൻറ്റിബോഡീസ്, വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ എത്തണം. സോ ഈ സ്നേക്ക് ബൈറ്റ്, പാമ്പിൻ്റെ വിഷമൊക്കെ വരുമ്പോൾ, നമ്മളെ പാമ്പ് കടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിൽ കയറുന്ന സ്നേക്ക് വെനം, പാമ്പിൻ്റെ വിഷമാണ് സ്നേക്ക് വെനം, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എത്രയും പെട്ടെന്നായി നമ്മുടെ ബോഡിയിൽ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും? പെർഫോംഡ് ആൻറ്റിബോഡീസ്. ഈ സ്നേക്ക്, പാമ്പിൻ്റെ വിഷത്തിനെ നശിപ്പിക്കാൻ കഴിവുള്ള ഡയറക്റ്റ് ആൻറ്റിബോഡീസ്, അപ്പം തന്നെ അത് നശിപ്പിച്ച് ന്യൂട്രലൈസ് ചെയ്ത് കളയാൻ കഴിവുള്ള ആൻറ്റിബോഡീസാണ് പെർഫോംഡ് ആൻറ്റിബോഡീസ്. അങ്ങനത്തെ പെർഫോംഡ് ആൻറ്റിബോഡീസിനെയൊക്കെ ഈ സ്നേക്ക് ബൈറ്റിൻ്റെ കേസിലൊക്കെ കൊടുക്കേണ്ടി വരും. എത്രയും പെട്ടെന്ന് ആ ഒരു ഇൻഡിവിജ്വലിനെ രക്ഷിക്കണമെങ്കിൽ അങ്ങനത്തെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും? ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ആൻറ്റിബോഡീസായിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള പെർഫോംഡ് ആൻറ്റിബോഡീസിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ പറയുന്ന പാസീവ് ഇമ്മ്യൂണൈസേഷൻ. ഇനി ഈ ഇമ്മ്യൂണൈസേഷനിലും നമ്മൾ വാക്സിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സയൻസ് എന്ന് പറയുന്നത് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. ഈ DNA അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു പുതിയ ഫോമിലാക്കുന്നു. അതാണ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. ജനറ്റിക് എഞ്ചിനീയറിങ്ങിൽ വരുന്നതാണ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. എങ്ങനെയാണ് റീകോമ്പിനൻറ്റ് DNAനെ പ്രൊഡ്യൂസ് ചെയ്യുക, എന്താണ് ജനറ്റിക് എഞ്ചിനീയറിങ് എന്നൊക്കെ നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. ഇപ്പോൾ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി എന്ന അഡ്വാൻസ്ഡ് ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിജനിക് പോളിപെപ്റ്റൈഡ്. ആൻറ്റിജനിക് പോളിപെപ്റ്റൈഡ് ഓഫ് വാട്ട്? പാത്തജൻ്റെ ആ പെർട്ടിക്കുലർ പാത്തജൻ അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഏജൻ്റെ ആൻറ്റിജനിക് ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ്, നമ്മൾ പറഞ്ഞ ആൻറ്റിജനിക് പ്രോട്ടീൻസ്, അതാണ് ആൻറ്റിജനിക് പോളിപെപ്റ്റൈഡുകളെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്തുവഴി? റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി, അഡ്വാൻസ്മെൻറ്റ് ഇൻ ബയോളജിയാണ്. അതുവഴി നമുക്ക് ഈ പെർട്ടിക്കുലർ പാത്തജൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള
അല്ലെങ്കിൽ അതിൻ്റെ ആ പാത്തജൻ എഗൻസ്റ്റ് അല്ല, പാത്തജൻ്റെ ആൻറ്റിജനിക് പോളിപെപ്റ്റൈഡുകളെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എവിടെ? ബാക്ടീരിയയിലും ഈസ്റ്റിലൊക്കെ ഹോസ്റ്റിലിട്ട് നമുക്കതിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഈ ലാർജ് സ്കെയിലായിട്ടുള്ള വാക്സിനുകളെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ റിക്കോമിനൻ്റ് DNA ടെക്നോളജി വഴി സാധിച്ചിട്ടുണ്ട്. സോ റിക്കോമിനൻ്റ് DNA ടെക്നോളജി വഴി ഒരുപാട് വാക്സിൻസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിളാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. ഈ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എന്ന് പറഞ്ഞ വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്തത് എവിടെ നിന്നാണ്? ഈസ്റ്റിൽ നിന്നാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്തത്. സോ ഈ RDNA റിക്കോമിനൻ്റ് DNA ടെക്നോളജി വഴി നമുക്ക് ഈ പെർട്ടിക്കുലർ പാത്തജൻ്റെ ആൻറ്റിജനിക് പ്രോട്ടീനുകളെ പ്രൊഡ്യൂസ് ചെയ്യാം. അത് ബാക്ടീരിയ, ഈസ്റ്റ് പോലത്തെ ഹോസ്റ്റ് സെല്ലിലിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് വാക്സിനുകൾ നമ്മൾ വളരെ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ.